എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 12 ശ്ലോകം 29, 30, 31, 32 4 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാൻ ആ അഘാസുരനെ വധിച്ച് അവന് മോക്ഷം കൊടുക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്ലോകം 29. ഓം നമോ ഭഗവതേ വാസുദേവായ തദാ ഖനച്ഛദാ ദേവാ ഭയാൽ ഹാഹേതി ചുക്രുഷു ജഹുർഷുര്യേ ജകംസാദ്യാ കൗണപാസ്ത്വാഖബാന്ധവാ. ഭഗവാൻ ശ്രീകൃഷ്ണൻ അഘാസുരന്റെ ആ വായയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചപ്പോ അഘാസുരവധം കാണാൻ മേഘം മറിഞ്ഞു നിൽക്കുന്നവരായിട്ടുള്ള ആ ദേവന്മാര് അയ്യോ കഷ്ടം കഷ്ടം, അയ്യോ ഭഗവാനും കൂടി അകന്റെ മുഖത്തിൽ ചെന്ന് പെട്ടുല്ലോ, ഇനി എങ്ങനെയാ ആ അസുരനെ കൊല്ല? അവർക്ക് ഭഗവാന്റെ മഹാത്മ്യം അറിയാമെങ്കിലും അവരത് മറന്നുപോയി. ഇനി എങ്ങനെയാ ഈ അസുരനെ കൊല്ല? ഭഗവാന് ഇവന്റെ വായക്കകത്ത് പെട്ടിട്ട് ഇത്രയും വലിയ പെരുമ്പാവിന്റെ ഉള്ളില് കിടന്ന ആ അസുരന്റെ ഉള്ളില് ഭഗവാനും കൂടി നശിക്കൂലോ എന്നൊക്കെ അവര് വിചാരിക്കണത് എന്നുള്ള ആ ഭയ നിമിത്തം അവര് ഉറക്കെ അങ്ങോട്ട് കരയാൻ തുടങ്ങിയിരുന്നു. ഭയത്തിന്റെ ആധിക്യ നിമിത്തം ഭഗവാന്റെ പ്രഭാവം ദേവന്മാര് തീരെ അങ്ങോട്ട് മറന്നു. അതുകൊണ്ടാ അവരിങ്ങനെ കരഞ്ഞതെന്ന് പറയുന്നു. അഘാസുരന്റെ ബന്ധുക്കളും കംസന്റെ ബന്ധുക്കളെ കണ്ടല്ലോ, കംസാദികളായിട്ടുള്ള രാക്ഷസന്മാര്, അവർക്ക് സന്തോഷായി. ആഹാ, അവന്റെ കാര്യം കഴിഞ്ഞു, ഇനി ആ ശ്രീകൃഷ്ണന്റെ കാര്യം കഴിഞ്ഞു. ആ ഗോപബാലന്മാരോടും കൂടിയിട്ട് ആ ശ്രീകൃഷ്ണനും അഘാസുരന്റെ വായിലാപ്പെട്ടു, കഴിഞ്ഞു, സന്തോഷം എന്നൊക്കെ പറഞ്ഞു അവര് ഉറക്കെ കൈ കൊട്ടിയാണ്ട് ചിരിക്കാൻ തുടങ്ങി. അവരുടെ നല്ല രസമായി, സന്തോഷം കൊണ്ട് ആർത്തു വിളിക്കാൻ തുടങ്ങി എന്നാ പറയണ അവര് അസുരന്മാര്. ഇതില് പറയണു, ശവം തിന്നുന്ന ഘോരന്മാരുടെ അന്ധകരണത്തില് ഭഗവാന്റെ മാഹാത്മ്യം സ്ഫുരിക്കോ? ഇല്ല, അവർക്ക് അത് മനസ്സിലാവില്ല. അന്തരംഗ ശുദ്ധിക്ക് ആ ഭക്ഷണ പദാർത്ഥ ശുദ്ധി അത്യാവശ്യമാണ്. മാംസം കഴിക്കുന്നവരുടെ അന്ധകരണ ശുദ്ധി കുറവാകുന്നതാണ് ഇപ്പൊ ഇതില് പറയണത്. സാത്വികമായ ആഹാരം കഴിച്ചാൽ സാത്വികമായ ചിന്തകൾ ഉണ്ടാവും. അതുപോലെ ഇതുപോലെയുള്ള ആഹാരങ്ങൾ കഴിച്ചാൽ തമപ്രധാനമായിട്ടുള്ള അപ്പൊ താമസ ഗുണമാണ് കൂടുതൽ ഉണ്ടാവുക. തശ്രുത്വാ ഭഗവാൻ കൃഷ്ണസ്തു അവ്യയസാർഭവത്സകം ചൂർണീചികീർഷോരാത്മാനം തരസാ വവൃഥേകളെ. ദേവന്മാരിങ്ങനെ ഭയപ്പെട്ട് നിലവിളിക്കണതും കംസാദികൾ സന്തോഷിച്ചിങ്ങനെ ആർത്തു വിളിക്കണതും ഭഗവാൻ ദിവ്യജ്ഞാനം കൊണ്ട് അറിഞ്ഞു. ഭഗവാൻ അതൊക്കെ മനസ്സിലാവില്ലേ? ഓരോരുത്തരുടെ ഉള്ളിലും എന്തൊക്കെ ചിന്തകളാണ് വരുന്നത് ഭഗവാൻ അറിയാം എല്ലാം. ഈ അസുരന്റെ മായയെ അറിയാതിരുന്ന പിന്നെ ഭഗവാൻ എന്ന് പേര് എന്തിനാ ഭഗവാൻ എന്ന് പേര് അല്ലേ? അവർക്ക് ഇത് മനസ്സിലായില്ല, ദേവന്മാർക്കും മനസ്സിലായില്ല, അസുരന്മാർക്കും മനസ്സിലായില്ല ഭഗവാന്റെ പ്രാഭവം. ഏതു കാലത്തും ഏതൊരു കാരണത്താലും നാശമില്ലാത്ത സത്യസ്വരൂപനായ ഭഗവാൻ ഈ അജഗരസ്വരൂപിയായ അഘാസുരന്റെ വിചാരം ഇന്നതാണെന്ന് അറിഞ്ഞിട്ടുണ്ട്. ഭഗവാൻ അറിയാതൊക്കെ. പശുക്കുട്ടികളും ഗോപന്മാരും താനും ആ വായയില് പ്രവേശിച്ചാൽ ഉടനെ എല്ലാവരെയും വിഴുങ്ങിക്കളയാന്നാണ് അവന്റെ വിചാരം. ഇത് ഭഗവാൻ ഇത് മുൻകൂട്ടി അറിഞ്ഞിട്ടില്ലേ? അതുകൊണ്ടല്ലേ അവന്റെ വായയിൽ പ്രവേശിച്ച ഉടനെ എന്ത് ചെയ്തു ഭഗവാൻ? ശരീരം അങ്ങോട്ട് വലുതാക്കാൻ തുടങ്ങി. ഈ 6 വയസ്സുള്ള ആ ഉണ്ണിയുടെ ശരീരം അങ്ങോട്ട് വലുതാക്കി 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 അപ്പോഴേക്ക് അങ്ങോട്ട് അവന്റെ കഴുത്ത് കൂടെയാണ്, ആ ഭാഗത്താണ് നിന്നിട്ട് അങ്ങോട്ട് വലുതായി 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 കഴുത്ത് അങ്ങോട്ട് പൊട്ടി, കണ്ഠം ശ്വാസം മുട്ടി തുടങ്ങി പെരുമ്പാമ്പിന്. പറയണു, തതോദികായസ്യ നിരുദ്ധമാർഗിണോ ഹ്യുൽഗീർണ ദൃഷ്ടേർഭ്രമദസ്ഥിതസ്തദാ പൂർണോന്തരംഗേ പവനോ നിരുദ്ധോ മൂർധൻ വിനിഷ്പാട്യ വിനിർഗതോ ബഹി. ഭഗവാൻ അവന്റെ ആ കണ്ഠാന്തർഭാഗത്തിൽ കിടന്ന് ഇങ്ങനെ അങ്ങോട്ട് ദേഹം വലുതാക്കിയപ്പോ ആ പെരുമ്പാവിന്റെ പ്രാണന് സഞ്ചരിക്കാനുള്ള ആ കണ്ഠനാളം നാസിക മുതലായിട്ടുള്ള വഴികളൊക്കെ അങ്ങോട്ട് അടഞ്ഞു. അതിന് ശ്വാസം കിട്ടാതെ കണ്ണൊക്കെ അങ്ങോട്ട് തുറിച്ചു. ശ്വാസം പുറത്തു പോകാണ്ട് അങ്ങനെ ബുദ്ധിമുട്ട് കൊണ്ട് ദേഹം 4 ഭാഗത്തേക്ക് അങ്ങോട്ട് പ്രാണസഞ്ചാരം. ആ പൂതന പ്രാണസഞ്ചാരം ചെയ്തില്ലേ, അതുപോലെ തന്നെ പൂതനയുടെ സഹോദരനായിട്ടുള്ള അഘാസുരനും അങ്ങനെ പെട്ടെന്ന് ചക്രശ്വാസം വലിക്കാൻ തുടങ്ങി.
ഇനി എന്താ ചെയ്യണ്ടേ, എവിടെ പോകണ്ടേന്നൊന്നും അറിയാതെ ആ പ്രാണവായു ദേഹമധ്യത്തിൽ അങ്ങോട്ട് നിറഞ്ഞു. അതിനു മുമ്പ് തന്നെ അതിഭയങ്കര വലിപ്പമുള്ള ആ പെരുമ്പാമ്പാണ്. അങ്ങനെ പ്രാണരോധ നിമിത്തം വളരെ വലുതായി. അവസാനം പ്രാണവായു ആ ശിരസിലുള്ള ബ്രഹ്മരന്ധ്രം എന്നു പേരായിട്ടുള്ള ആ ദ്വാരത്തെ കൂടി, ശിരസില് ബ്രഹ്മരന്ധ്രത്തിൽ കൂടെയാണ് ഈ സന്യാസിമാരൊക്കെ പ്രാണനെ ബഹിർഗമിക്കുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ ആ ബ്രഹ്മരന്ധ്രം ഭേദിച്ചിട്ടാണ് ആകാസുരന്റെ പ്രാണവായു പുറത്തേക്ക് പോയത്. ഭഗവാൻ അവന് മുക്തിയാണ് കൊടുത്തത്. തേനൈവ സർവേഷു ബഹിർഗതേഷു പ്രാണേഷു വത്സാൻ സുഹൃദ പരേതാൻ ദൃഷ്ട്യാ സ്വയോത്ഥാപ്യ തദന്വിത പുനഃ വക്രാൻ മുകുന്ദോ ഭഗവാൻ വിനിർയയൗ. ആ ബ്രഹ്മരന്ധ്രത്തിൽ കൂടി ഓരോരോ ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണാംശങ്ങൾ മുഴുവനും പുറത്തേക്ക് അങ്ങോട്ട് പുറപ്പെട്ടു. ആ അജഗരരൂപിയായ അസുരന്റെ ചാഞ്ചല്യമൊക്കെ അടങ്ങി തീരെ നശിച്ചു. അവന് അനങ്ങാൻ പറ്റാതെ അവന്റെ കണ്ഠത്തിൽ പ്രവേശിച്ച തന്റെ സുഹൃത്തുക്കളായ ഗോവത്സങ്ങളും ഗോപകുമാരന്മാരും ഭഗവാന്റെ വിയോഗ നിമിത്തം ഉണ്ടായ ദുഃഖത്താലും ഈ അസുരന്റെ കണ്ഠദ്വാരത്തിൽ അകപ്പെട്ടിട്ടുണ്ടായ ഉപദ്രവത്താലും അവരെല്ലാവരും ഇങ്ങനെ മോഹാലസ്യപ്പെട്ട് കിടക്കുകയായിരുന്നു, ആ ഗോപകുമാരന്മാരെല്ലാവരും. അപ്പോ മൃതതുല്യരായിട്ട്, മരിച്ചില്ല എന്നേ ഉള്ളൂ, മോഹാലസ്യപ്പെട്ട ഒരു ചലനം ഇല്ലാതെ അങ്ങനെ അവര് കിടക്കുകയായിരുന്നു. ഭഗവാൻ അവരുടെ നേരെ ഒരു അമൃതവർഷം, അമൃതം വർഷിക്കുന്ന ഒരു കടാക്ഷം, ആ കടക്കണ്ണുകൊണ്ടുള്ള ഒരു നോട്ടം, അങ്ങനെ അവർക്കുണ്ടായിട്ടുള്ള ആ ആലസ്യം അങ്ങോട്ട് നിശേഷം തീർത്ത് ഇവരെല്ലാവരും ഉറക്കത്തുനിന്ന് എണീറ്റ് വരുന്ന മാതിരി എല്ലാവരും എണീറ്റു. അങ്ങനെ ഭഗവാനെ കണ്ണനെ അങ്ങോട്ട് കണ്ടപ്പോ അവർക്കുണ്ടായ സന്തോഷം എല്ലാവരും വന്ന് കെട്ടിപ്പിടിച്ചു. അങ്ങനെ തന്റെ ആശ്രിതന്മാരെ സകല ആപത്തുകളിൽ നിന്നും മോചിപ്പിക്കുന്ന ഭഗവാൻ ഉടനെ തന്നെ അവരോടുകൂടി ആ കണ്ഠദ്വാരത്തേക്ക് കൂടി തന്നെ പുറത്തേക്ക് വന്നു. അഖൻ മഹാഭാവിയായിട്ടുള്ള അസുരനാണ്, എന്നാലും തന്റെ ഭഗവാനെ ഉള്ളിലേക്ക് വിഴുങ്ങില്ലേ. ഭഗവാന്റെ ദേഹസംസർഗം നിമിത്തം ഭഗവാൻ അവനും മോക്ഷം തന്നെയാണ് നൽകിയത്. ആശ്രിതന്മാരെ അഘാസുരന്റെ ഉപദ്രവത്തിൽ നിന്നും മോചിപ്പിച്ചു. രണ്ടു വിധത്തിലും മുകുന്ദൻ, മുക്തിയെ കൊടുക്കുന്നവൻ, അവനും മുക്തി കൊടുത്തു, ഇവർക്കും മുക്തി, അല്ലെ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.